ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. വൃന്ദാവനത്തിലെ സഖിമാരേ, നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ? വൃന്ദാവനത്തിലെ സഖിമാരേ, നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ? ഹേ നന്ദനന്ദന നിത്യസുന്ദര ശ്യാമള കോമള ബാല, പീലിത്തിരുമുടി അഴകൊടുകിങ്ങിണി ചാർത്തിയ മുരളീലോല. നന്ദനന്ദന നിത്യസുന്ദര ശ്യാമള കോമള ബാല, പീലിത്തിരുമുടി അഴകൊടുകിങ്ങിണി ചാർത്തിയ മുരളീലോല. ആടി ചാഞ്ചാടി ചെരിഞ്ഞാടി കൊണ്ടോടിവാ, ആടി ചാഞ്ചാടി ചെരിഞ്ഞാടി കൊണ്ടോടിവാ. കണ്ണാ 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 കണ്ണാ, വൃന്ദാവനത്തിലെ സഖിമാരേ, നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ? ഇന്നും നമുക്ക് ഈ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകങ്ങളായ 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 14, കപിലാവതാരം, ശ്ലോകം 9. നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം, കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. നിജഭർതൃഗിര എന്നാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത്. നീന്ന് ഫസ്റ്റിലാണ് ഈ അക്ഷരം വരുന്നത്. അപ്പം നമ്മൾ നിജ ഭർതൃ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തൃ എന്നുള്ളതും ഒന്ന് ഊന്നി പറയണം. 2 താന്നുണ്ട്. ഭർതൃഗിര നീട്ടിയിട്ട് ഭവൻ നിഷേവ, ഭവൻ നിഷേവ അത് ചേർത്ത് ചൊല്ലുമ്പോൾ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭവൻ നിഷേവാ നിരതായാമഥ അത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ഇവിടെ ചെറിയ വരട്ടിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഈ അക്ഷരം ഫസ്റ്റിൽ വരുന്നുണ്ട്. നമ്മൾ നിരതായാമഥ നീ എന്ന് ഉച്ചരിക്കണം. നിരതായാമഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദേവദേവഹൂത്യാം ദ എന്നുള്ള അക്ഷരം ദയയുടെ ദ എന്നാണ്. ദേവദേവ ഹൂ എന്നുള്ളത് നീട്ടിയിട്ട് ത്യാം നവള ചിഹ്നം ദീർഘം മുർക്കം ഒക്കെ ശ്രദ്ധിച്ചോളൂ. കപിലസ്ത്വം അജായഥ, കപിലസ്ത്വം അജായഥ ചേർത്ത് ചൊല്ലുമ്പോൾ കപിലസ്ത്വ, സ്ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ചേർത്തെഴുതുമ്പോൾ സാന്നും കൂടി വരും. ത്വം അജായഥ എന്നാണ്. കപിലസ്ത്വം അജായഥ ചേർത്തെഴുതുമ്പോൾ സാന്നും കൂടി വരും. സ്ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. മജായഥ ഥ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജനാനാം ഇവിടെ 2ഉം എന്നാണ് വരുന്നത്. ജനാനാം പ്രഥയിഷ്യൻ, പ്രഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം, പരമാത്മ ത് മ എന്നാണ്. പരമാത്മ തത്വ ത്വ എന്ന് ഒന്ന് ഊന്നി പറയണം. 2 താന്നുണ്ട്. വിദ്യാം ദ്യാം നവള ദീർഘം മുർക്കം ആ ചിഹ്നം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. തത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. പരമാത്മതത്വവിദ്യാം അങ്ങനെ നിർത്താം. നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം, കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. അടുത്തത് 10ാമത്തെ ശ്ലോകം. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യേ, കപിലാത്മകവായുമന്ദിരേശ
ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഖാത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. വനം ഏയുഷി, അതാണ് വനമേയുഷി. കർദ്ദമേ, ഋദ്ധ മെല്ലെ നൂന്നി പറയണം. കർദ്ദമേ പ്രസന്നേ. മതസർവസ്വമുപാദിശൻ, മതസർവ ർവ മെല്ലെ നൂന്നി പറയണം. മതസർവസ്വ, സ്വ എന്നുള്ളതാവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. മുപാദിശൻ ജനന്യൈ, രണ്ടും നാണ് വരിക. ജനന്യൈ കപിലാത്മക, കപിലാത്മ ത് മ, അതാണ് മ. കപിലാത്മക വായുമന്ദിരേശ, വായുമന്ദിരേശ നാദ് എന്നാണ്, മൃദുവായിട്ട് പറയാനുള്ളതാണ്. മന്ദിരേശ. ത്വരിതം, ത്വ നാവള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വരിതം ത്വം, ത്വം നാവള്ള ചിഹ്നം മുർക്കം. പരിപാഹി മാം, പരിപാഹി മാം ഗദൗഖാത്. ഗദൗ എന്നുള്ള ദാന്ന് ദയുടെ ദാന്നാണ്. ഗദൗഖാത്. ഖ എന്നുള്ളത് മേഘത്തിൻ്റെ ഖ എന്നാണ്. ഒന്ന് ഉറപ്പിച്ച് പറയണം. ഗദൗഖാത്. അങ്ങനെ നിർത്താം. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഖാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.